ഹരി സാർ നമസ്കാരം. അമേരിക്കയിൽ അതായത് ട്രംപും മോദിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പല അന്താരാഷ്ട്ര വിഷയങ്ങളും സംഭവിച്ചു. അതിൽ തന്നെ ട്രംപ് പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അമേരിക്കയുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്ന സമയത്ത് ഇറക്കുമതി ചുങ്കം വല്ലാത്ത രീതിയിലേക്ക് പല രാജ്യങ്ങളും കൂട്ടുന്നുണ്ട്. ഇത് ശക്തമായ തിരിച്ചടി ഇതിന് ഉണ്ടാകും എന്ന തരത്തിലൊക്കെ ട്രംപ് പ്രതികരിച്ചിരുന്നു. ഇപ്പോ ഈ മോട്ടോർ വാഹന വിപണിയിൽ ടെസ്ല കാറുമായി ബന്ധപ്പെട്ട് ടെസ്ല ഇന്ത്യയിലേക്ക് എത്തുന്നുവെന്നും ഇന്ത്യയിലേക്ക് എത്തിയ ടെസ്ല കാറുകൾക്ക് ഇറക്കുമതി ചുങ്കം കുറച്ചു കൊടുക്കുമെന്നുമുള്ള പുതിയ വാർത്തകൾ വരുന്നുണ്ട്. ഈ ട്രംപിന്റെ താരിഫ് യുദ്ധമൊക്കെ ബന്ധപ്പെട്ട് ഇന്ത്യ അതിന് വഴങ്ങും എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. പക്ഷെ ഇന്ത്യ അങ്ങനെ വഴങ്ങുമ്പോൾ ഇവിടെയുള്ള കമ്പനികൾ, ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള കമ്പനികൾ ഈ പറയുന്നത് പോലെ ടെസ്ലയുടെ ഒരു വരവിനെ ഭയക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിപണി അമേരിക്കൻ കമ്പനി പിടിക്കും എന്ന രീതിയിലേക്കുള്ള ചില ചർച്ചകളൊക്കെ വരുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണോ? എന്തായിരിക്കാം നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത്? അതുപോലെ തന്നെ ഇലോൺ മസ്കിന്റെ ഒക്കെ നേതൃത്വത്തിൽ ടെസ്ലയുടെ ഉദ്ദേശവും എന്തായിരിക്കാം? ഇന്ത്യൻ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി വളരെ വർഷങ്ങളായിട്ട് ഇലോൺ മസ്ക് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയുടെ നിലപാട് അന്ന് തൊട്ട് വളരെ വ്യക്തമായിരുന്നു. അതായത് ഇന്ത്യയിൽ ടെസ്ല കമ്പനി വിൽക്കുന്നതിനോടൊന്നും ഇന്ത്യക്ക് വിരോധമില്ല. പക്ഷെ അത് ഇന്ത്യയിൽ നിർമ്മിച്ച് ഇന്ത്യയിൽ തന്നെ വിൽക്കണം. അല്ല, ഇപ്പോൾ ചൈനയിൽ നിർമ്മിക്കുന്ന കാറുകൾ ഇന്ത്യയിൽ കൊണ്ട് വിൽക്കാനാണ് ഇലോൺ മസ്കിന്റെ ഒരു തയ്യാറെടുപ്പ്. അതിനോട് യോജിക്കുന്നില്ല എന്നായിരുന്നു ഇതുവരെയുള്ള ഇന്ത്യയുടെ നിലപാട്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് സംഭവിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് യുദ്ധമാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇലോൺ മസ്ക് ട്രംപ് ഭരണകൂടത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയും, അത് മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ട്രംപിന് മേൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യവസായിയുമായിട്ട് ഇലോൺ മസ്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇയാളുടെ ലക്ഷ്യം ടെസ്ല കാറ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വളരെ കുറഞ്ഞ കസ്റ്റംസ് ഡ്യൂട്ടി ഇന്ത്യ ചുമത്തിക്കൊണ്ട് ആ കാറുകൾ ഇന്ത്യയിൽ കൊണ്ട് വിൽക്കാനുള്ള, അല്ലെങ്കിൽ മാർക്കറ്റ് പിടിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇലോൺ മസ്ക് നടത്തുന്നത്. പക്ഷേ ഇന്ത്യൻ കമ്പനികളുടെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണം, അവരിതിൽ ഒട്ടും ഭയക്കുന്നില്ല. അവർക്കറിയാം ഈ ട്രംപ് ഇന്ന് റെസിപ്രോക്കൽ താരിഫ് എന്ന് പറയുന്ന ഒരു നയം, അതായത് അമേരിക്കയുടെ ഒരു ഉൽപ്പന്നം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യ വലിയ നികുതി ചുമത്തുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ഉൽപ്പന്നം അമേരിക്കയിലോട്ട് ചെല്ലുമ്പോൾ അവിടെ വലിയ നികുതി അവരും ചുമത്തും. അങ്ങനെ പരസ്പരം ഒരേ രീതിയിലുള്ള ഒരു പ്രതികരണം. പക്ഷേ ഇന്ത്യൻ കമ്പനികൾ പറയുന്നത് അമേരിക്കൻ കാറുകൾ ലോകത്തെങ്ങും ചെന്ന് വിജയിച്ചിട്ടില്ല. നമുക്കറിയാം, ലിബറലൈസേഷൻ 90കളിലെ ഉദാരവൽക്കരണത്തിന് ശേഷം അമേരിക്കൻ കമ്പനികളായിട്ടുള്ള ജനറൽ മോട്ടോഴ്സ്, അതുപോലെ തന്നെ ഫോർഡ്, ഇത് രണ്ടും ഇന്ത്യയിൽ വരികയും ഇന്ത്യയിൽ അവർക്ക് മാനുഫാക്ചറിങ് പ്ലാന്റുകൾ ഉണ്ടാകുകയും ചെയ്തു. ജനറൽ മോട്ടോഴ്സ് ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടി, ഫോർഡും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് പോയി. ഈ രണ്ട് കമ്പനികളും ഇന്ത്യൻ മാർക്കറ്റിൽ പരാജയപ്പെട്ടു പോയി. അപ്പോൾ അമേരിക്കയുടെ പെട്രോൾ ഡീസൽ കാറുകൾ ഇവിടെ വന്ന് പരാജയപ്പെട്ടു പോയി. ഇനി ഒരു ഇലക്ട്രിക് കാറായിട്ടുള്ള ടെസ്ല ഇന്ത്യയിൽ വന്നിട്ട് എന്ത് മലമറിക്കാൻ പോവുകയാണ്? അത് അവർ ചെയ്യട്ടെ. ഞങ്ങൾക്ക് ലോക നിലവാരത്തിൽ മത്സരിക്കാനുള്ള ഒരു കരുത്ത് ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് നേടിയെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഇന്ത്യൻ മാനുഫാക്ചറേഴ്സ്, അതായത് മുഖ്യമായിട്ടും മഹീന്ദ്രയും ടാറ്റയുമാണ് ഇന്ത്യയുടെ ഇലക്ട്രിക് കാർ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഏതാണ്ട് 60% മാർക്കറ്റ് ഷെയർ ടാറ്റയ്ക്കും 22-25% അടുപ്പിച്ച് മഹീന്ദ്രയ്ക്കുമാണ്. അപ്പോൾ അവര് ഇതിലൊട്ടും തന്നെ ഭയക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു വ്യവസായിയായിട്ടുള്ള സജൻ ജിണ്ടാൾ, അപ്പം JSW-MG എന്ന് പറഞ്ഞിട്ടൊരു ഇലക്ട്രിക് കാർ കമ്പനി ഇപ്പോഴുണ്ട്. MG ചൈനയിൽ നിന്നുള്ള കമ്പനിയാണ്, പഴയകാലത്തെ ബ്രിട്ടീഷ് കമ്പനിയാണ്, പക്ഷെ അതിപ്പോൾ ചൈനയുടെ ഉടമസ്ഥതയിലാണ്. അപ്പോൾ സജൻ ജിണ്ടാലും പറയുന്നത് ഇതിൽ ഇന്ത്യക്ക് പേടിക്കാനൊന്നുമില്ല, ഇവിടെ വന്നിട്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നുള്ളതാണ്. എന്താണ് അതിന്റെ കാരണം? അത് 2-3 വളരെ കൃത്യമായ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, അമേരിക്കൻ നിർമ്മിക്കുന്ന ടെസ്ലയ്ക്ക് അവരുടെ ഏറ്റവും വില കുറഞ്ഞ മോഡലായ മോഡൽ 3 എന്ന് പറയുന്ന ടെസ്ല മോഡൽ 3ക്ക് അമേരിക്കയിൽ ഏതാണ്ട് $40,000 വില വരും. അപ്പൊ 0 നികുതി ചുമത്തി ആ കാർ ഇന്ത്യയിൽ കൊണ്ടുവന്നാലും ഇന്ത്യയിൽ അത് വിൽക്കുമ്പോൾ ഏതാണ്ട് 35 ലക്ഷം രൂപ. ഞാൻ പറഞ്ഞത് ഒരു 0 നികുതി ഒന്നും ആരും ഇല്ല. ട്രംപിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്.
പക്ഷെ അങ്ങനെ ആകുമ്പോൾ ട്രംപ് ഇതിനൊക്കെ ബുദ്ധിമുട്ടും. കാരണം തിരിച്ച് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും പൂജ്യ നികുതി എന്നുള്ളത് ട്രംപിന് അംഗീകരിക്കേണ്ടി വരും. എന്തായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനെ കുറിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ പോട്ടെ, നമുക്ക് ഇത് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ 35 ലക്ഷം രൂപയ്ക്ക് ടെസ്ല ഏറ്റവും വില കുറഞ്ഞ മോഡൽ ഇന്ത്യയിൽ വിൽക്കുമ്പോൾ ടാറ്റയുടെയും മഹീന്ദ്രയുടെയും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്ക മോഡലുകളും ഒരു 20 ലക്ഷം രൂപയോട് അടുപ്പിച്ചുള്ള റേഞ്ചിലുള്ളതാണ്. ഞാൻ പറഞ്ഞ ഇലക്ട്രിക് കാറിനെ കുറിച്ചാണ്. അപ്പൊ ഈ ഇലക്ട്രിക് കാറുകൾ ടാറ്റയുടെയും മഹീന്ദ്രയുടെയും, ഇപ്പൊ ഉദാഹരണത്തിന് മഹീന്ദ്ര ഏറ്റവും ഒടുവിൽ 2 ഇലക്ട്രിക് കാറുകൾ പിന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. വളരെ അധികം ഫീച്ചേഴ്സ് ഉള്ള കാറുകളാണ്. ഈ 2 കാറുകൾക്കും അതിൽ ഒരെണ്ണത്തിന് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 22 ലക്ഷവും മറ്റതിന് ഏതാണ്ട് പിന്നെ 18 ലക്ഷവുമാണ് വില. അതായത് മഹീന്ദ്ര XEV9e, ഈ XEV9eക്ക് ഏതാണ്ട് 22 ലക്ഷവും മഹീന്ദ്ര B6Eക്ക് ഏതാണ്ട് 18-19 ലക്ഷവുമാണ്. അപ്പോൾ ആ നിലയ്ക്ക് 0 താരിഫിൽ ഇന്ത്യയിൽ ഏറ്റവും വില കുറഞ്ഞ മോഡൽ ഇറക്കിയാൽ പോലും ടെസ്ലയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റ് പിടിക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. സാമാന്യ ബുദ്ധിയുള്ള ആരും അത് കരുതുമെന്നും തോന്നുന്നില്ല. പിന്നെ അമേരിക്കൻ കാറുകളുടെ ഒരു പ്രത്യേകത, അതെല്ലാം ഭീമാകാരമായിട്ടുള്ള കാറുകളാണ്. ഈ ഫോർഡ് മാത്രമാണ് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യൻ കണ്ടീഷന് അനുകൂലമായ ഒരു കാർ, അതായത് ഫോർഡ് എക്കോസ്പോർട്ട് പാർത്ഥനും കണ്ടു കാണും. ആ ഫോർഡ് എക്കോസ്പോർട്ട് സാമാന്യം വിജയിച്ച ഒരു കാറായിരുന്നു. അവർ കുറച്ച് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള, ഇന്ത്യൻ കാലാവസ്ഥകൾക്ക് അനുകൂലമായ മോഡൽ ഇറക്കാൻ ശ്രമിച്ചു. പക്ഷെ ഈ പിന്നെ മോഡൽ 3 എന്നൊക്കെ പറയുന്ന, അതായത് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ടെസ്ലയുടെ ഏറ്റവും വില കുറഞ്ഞ മോഡലിനെ കുറിച്ചാണ്. ആ മോഡൽ 3ക്ക് പോലും ശരിക്കും 40 ലക്ഷം രൂപയൊക്കെ വില വരുമെങ്കിൽ, 35 ലക്ഷത്തിനും 40 ലക്ഷത്തിനും ഇടയ്ക്ക് വില വരുമെങ്കിൽ ഇന്ത്യയിലെ കാറുകൾ അതിനേക്കാൾ വില കുറച്ച് കിട്ടുമല്ലോ. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ അമേരിക്കൻ കാറുകളിൽ ഫീച്ചറുകൾ കുറവാണ്, അവയുടെ വലിപ്പം കൂടുതലാണ്. പിന്നെ ആഫ്റ്റർ സെയിൽ സർവീസ് വളരെ മോശമാണ്. പിന്നെ ടെസ്ലയുടെ ഈ കാറുകളെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയുന്നത് അതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ്. ഇന്ത്യയുടെ ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കൊരു ഫോർഡ് കാർ ഉണ്ടായിരുന്നതാണ്. ആ ഫോർഡിന് പോലും ഒരു പ്രശ്നം, ഇന്ത്യൻ പരിതസ്ഥിതിക്ക് അനുകൂലമായ രീതിയിൽ മാറ്റം വരുത്തിയെങ്കിലും ഫോർഡിന്റെ വണ്ടിയുടെ അടിഭാഗം പലപ്പോഴും റോഡിൽ തട്ടുമായിരുന്നു, വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും, ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ടെസ്ല എന്തുകൊണ്ട് ഒരു ചെറിയ പ്രശ്നമല്ലേ ഉള്ളൂ, കുറച്ചൊന്ന് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടിയാൽ എന്താ? അങ്ങനെ നടക്കത്തില്ല. കാരണം ഒരു കാറ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ പാരാമീറ്റേഴ്സ് എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കും. അപ്പൊ ഈ മാർക്ക് 3യുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉയർത്തുക എന്ന അങ്ങനെയൊന്നും നടക്കില്ല. അങ്ങനെയെങ്കിൽ പുതിയ കാർ തന്നെ നിർമ്മിക്കുന്ന പോലെ ആവും അപ്പോഴേ. കാരണം അതിന് വലിയൊരു മുതൽ മുടക്ക് വേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു സാഹചര്യത്തില് അമേരിക്കൻ കാറുകൾ ഇന്ത്യയിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു എളുപ്പമല്ല, സുഗമമായിട്ടുള്ള എളുപ്പമല്ല. തീർച്ചയായിട്ടും അത് എളുപ്പമല്ല. അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ഇവിടെ വന്നിട്ട് യഥാർത്ഥത്തിൽ കെട്ടുകെട്ടി വന്നതുപോലെ തിരിച്ചു പോകുമായിരിക്കാം, ഒന്നുമില്ല. പക്ഷേ ഇലോൺ മസ്കിനെ അങ്ങനെ നമ്മൾ പിന്നെ വില കുറച്ച് കാണാനും പറ്റത്തില്ല. കാരണം വളരെ കോൺട്രേറിയൻ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററാണ് ഇലോൺ മസ്ക്. അയാൾ ഇന്ന് എന്ത് സംഭവിക്കുന്നു എന്നുള്ള അയാളുടെ പ്രശ്നമല്ല. അയാൾ നാളെ 10 വർഷത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് ആലോചിച്ചായിരിക്കും. കാരണം ഇന്ന് ലോകത്തിൽ പണക്കാരായിട്ടുള്ളവർ ആരും കൈവെക്കാത്ത മേഖലയിലാണ് അയാൾ കൈവച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് സ്പേസിൽ ഇന്ന് പിന്നെ ബോയിങ്ങിന് പോലും ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല വിജയകരമായിട്ട്. പക്ഷേ ഇലോൺ മസ്കിന്റെ സ്പേസ് ഷിപ്പാണ് ഇന്ന് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോയി ഡോക്കിങ്ങും അവിടുന്ന് യാത്രികരെ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും. അതുപോലെ പിന്നെ ഇലോൺ മസ്കിന്റെ റോക്കറ്റുകൾ, റീയൂസബിൾ റോക്കറ്റ് അദ്ദേഹം പിന്നെ ഇപ്പോൾ ഉപയോഗത്തിൽ ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം നിരന്തരമായിട്ട് അദ്ദേഹത്തിന്റെ പല റോക്കറ്റുകൾ തകർന്നു പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിനെ തളർത്താറില്ല. കാരണം എപ്പോഴും ഭാവിയെ ലക്ഷ്യമാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ട്വിറ്റർ എന്ന് പറയുന്നത് ഏതാണ്ട് $40 ബില്യൺ വാങ്ങിച്ചപ്പോൾ പലരും പറഞ്ഞ് ഇയാൾ മണ്ടത്തരമാണ് കാണിക്കുന്നത്. അയാളുടെ ഈ ഇലോൺ മസ്കിന്റെ തന്നെ കമ്പനികളുടെ മാർക്കറ്റിലെ വാല്യൂ ഒക്കെ താഴോട്ട് പോയി, കാരണം ഇയാൾ മണ്ടത്തരം കാണിക്കാന്ന്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ ഇലോൺ മസ്ക് ഇന്ത്യയിൽ വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ദീർഘകാല പദ്ധതിയാണ്. അദ്ദേഹം തൽക്കാലത്തേക്ക് കുറച്ച് നഷ്ടം സഹിക്കാൻ തയ്യാറാവും.
പക്ഷെ എന്നിരുന്നാലും ഇന്ത്യൻ കമ്പനികളെ തുടച്ചു നീക്കാനൊന്നും പിന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികളെ അട്ടിമറിക്കാനൊന്നും മസ്കിന് പറ്റും എന്ന് തോന്നുന്നില്ല. നമ്മൾ ഓർക്കേണ്ടത് ഇന്ന് ടാറ്റയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാർ കമ്പനികളിൽ ഒന്നായ ജഗ്വാർ ലാൻഡ് റോവർ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ്. ഏറ്റവും ആധുനികമായിട്ടുള്ള ലാൻഡ് റോവർ, അങ്ങനെ ഒരുപാട് SUV-കൾ പിന്നെ പുറത്തിറക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ആ കമ്പനി ഏറ്റെടുത്ത് നടത്തുന്നത് ശരിക്കും പിന്നെ ഇന്ന് ഇലോൺ മസ്കിന്റെ ടാറ്റയാണ്. അപ്പം ഇതൊക്കെ നമ്മൾ കണക്കാക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ കമ്പനികൾ അത്ര നിസ്സാരക്കാരല്ല. രത്തൻ ടാറ്റ ഒരിക്കലൊരു കഥ പറഞ്ഞു. അദ്ദേഹം ടാറ്റ മോട്ടോഴ്സ് തുടങ്ങി, പിന്നെ ആദ്യത്തെ കാറുകളൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പം അധികം ചിലവൊന്നുമില്ല, കമ്പനി അത്ര നല്ല രീതിയിലല്ല പോകുന്നത് അദ്ദേഹത്തിന് തോന്നി. ഈ ടാറ്റ മോട്ടോഴ്സ് വിൽക്കാൻ വരെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ആലോചിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ഫോർഡിന്റെ ഉടമസ്ഥനെ അമേരിക്കയിൽ കാണാൻ പോയി. അദ്ദേഹത്തിന് പിന്നെ അനുമതി കൊടുത്തില്ല. പക്ഷേ പിന്നീട് ഫോർഡ് ഇന്ത്യയിൽ നിന്ന് വിൽക്കുന്ന സമയത്ത് രത്തൻ ടാറ്റയെ കാണാൻ വേണ്ടി ഫോർഡ് ചെയർമാൻ അമേരിക്കയിൽ നിന്ന് വന്ന് കാത്തു നിന്നു. അപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യം വരെ സൃഷ്ടിച്ച പാരമ്പര്യമുണ്ട് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സിന്. ആദ്യകാലങ്ങളിൽ ടാറ്റ കാറുകളുടെ ഗിയർ ബോക്സിനും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നത്തെ ടാറ്റ കാറുകളെല്ലാം തന്നെ കാലത്തിനനുസരിച്ചുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഇലക്ട്രിക് കാറുകൾ എടുത്തു കഴിഞ്ഞാൽ ടാറ്റയുടെ നെക്സോൺ ഇലക്ട്രിക് വെഹിക്കിൾ, അല്ലെങ്കിൽ പഞ്ച്, അല്ലെങ്കിൽ കർവ്, ഇങ്ങനെയുള്ള മോഡലുകളൊക്കെ തന്നെ മാർക്കറ്റിൽ വളരെ പിന്നെ അധികം ചിലവാകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ പിന്നെ കോമ്പറ്റീഷനെ നേരിടാൻ ഇന്ത്യൻ കമ്പനികൾ തയ്യാറാണ്. അവരത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ ഊഹത്തിൽ തൽക്കാലം ഇവിടെ പിന്നെ ടെസ്ല കാറുകൾക്ക് വിപണി പിടിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയോ, അത് ഈ ടെസ്ല എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ആഡംബര ചിഹ്നമായിട്ടോ അല്ലെങ്കിൽ അതൊരു അഭിമാനത്തിന്റെ ചിഹ്നമായിട്ടോ ഒക്കെ ഇവിടുത്തെ പണക്കാർ കണ്ടു തുടങ്ങുന്ന ഒരു അവസ്ഥ എത്തണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ പലരും ബെൻസും BMW വാങ്ങിക്കുന്നത് അതൊരു ആഡംബര ചിഹ്നവും, കാരണം ഇന്ത്യയിൽ വർഷങ്ങളായിട്ട് അതൊരു ആഡംബരത്തിന്റെ പ്രതീകമായിട്ടാണ് ബെൻസും BMW ഒക്കെ കാണുന്നത്. അപ്പോൾ ഇത്തരം കാറുകൾ വാങ്ങിക്കുന്നത് പലപ്പോഴും പല ആൾക്കാരും അവരുടെ പ്രൗഢി കാണിക്കാൻ, ആ പ്രൗഢി കാണിക്കാൻ ഞങ്ങൾ ടെസ്ല വാങ്ങിക്കുന്നു എന്നൊരു മാനസികാവസ്ഥയിൽ എത്തിയാലല്ലാതെ വിലയുടെ കാര്യത്തിൽ ഇന്ത്യൻ കാറുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ ടെസ്ലയ്ക്ക് പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മാത്രമല്ല ഇന്ത്യയിൽ ഒരുപാട് നയപരമായ വ്യത്യാസങ്ങളുണ്ട്, അതുപോലെ ചാർജിങ് സ്റ്റേഷനുകളുടെ പ്രശ്നമുണ്ട്, ഇങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ അത്ര വേഗത്തിലൊന്നും ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ച് പിന്നെ ഇലോൺ മസ്ക് അങ്ങ് തിരിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യൻ കമ്പനികൾ എന്തായാലും ഈ മത്സരത്തെ നേരിടാൻ സർവ്വതാ സന്നദ്ധരാണെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. എന്തായാലും ഈ ടെസ്ലയൊക്കെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അതിനെയൊക്കെ നേരിടാൻ മാത്രമായി അല്ലെങ്കിൽ നേരിടാൻ തയ്യാറാക്ക വിധത്തിലുള്ള ഒരു ശക്തമായ രീതിയിലേക്ക് ഇന്ത്യൻ കമ്പനികൾ മാറിയിട്ടുണ്ട് എന്ന ഒരു സൂചനയും അതുപോലെ തന്നെ ആ ഒരു ആത്മവിശ്വാസവുമാണ് നമുക്ക് ഇന്ത്യൻ കമ്പനികളിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ പറയുന്നത് പോലെ ടെസ്ല വരട്ടെ, എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയുമായി സഹകരിച്ചതിന് അങ്ങേക്ക് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.